മക്കളെ ഡിസംബർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വെറും 75 ദിവസം ഡിസംബർ എക്സാമിലേക്ക് നമുക്ക് 75 ദിവസം മാത്രമേ ഉള്ളൂ. ശരിക്കും ഓഗസ്റ്റ് 15 ഓണം എക്സാം കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. സെപ്റ്റംബർ 15 ഓണം എക്സാം കംപ്ലീറ്റ് ചെയ്തത്. അതായത് ഒരു മാസം നമുക്ക് ഓൾറെഡി നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇനി നമ്മളെ സമയം വളരെ കുറവാണ്. ഈ സമയത്തിനുള്ളിൽ ഒരുപാട് ടോപ്പിക്കുകൾ നമുക്ക് പഠിച്ചു തീർക്കാനുണ്ട്. നിങ്ങൾ ആലോചിക്കുന്നത് 90% ടോപ്പിക്കും ഡിസംബർ എക്സാമിനോ, അത് വലിയൊരു പോയിന്റ് ആണ്. അതുപോലെ 4 സബ്ജക്റ്റിന്റെ പ്രാക്ടിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യണം. 4 സബ്ജക്റ്റിന്റെ പ്രാക്ടിക്കൽ കംപ്ലീറ്റ് ചെയ്യണം. ജനുവരി 15 നമ്മളെ പ്രാക്ടിക്കൽ മോഡൽ തുടങ്ങും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഓർമ്മിച്ചില്ലെങ്കിൽ നമ്മുടെ ഡിസംബർ എക്സാമിന് ഫുൾ മാർക്ക് എന്നുള്ള നമ്മുടെ ഡ്രീം എന്താവും, ഇല്ലാതാവും. അതുകൊണ്ട് ഫുൾ മാർക്കിലേക്ക് എത്തണമെങ്കിൽ പഠിച്ച് തുടങ്ങണം മക്കൾ. ഇതൊന്നുമില്ലാത്തൊരു അപകടം നിങ്ങളെ കാത്തിരിക്കുന്നത്. മക്കൾ മാർച്ചിലാണ് നിങ്ങളെ ഇംപ്രൂവ്മെന്റ് എക്സാം നടക്കുക. അപ്പോൾ ഇംപ്രൂവ്മെന്റ് ഇതിന്റെ കൂടെ ഇംപ്രൂവ്മെന്റ് എക്സാമിന് പഠിക്കാനുണ്ട്. +1 ഏതെങ്കിലും ടോപ്പിക്കിൽ ഏതെങ്കിലും സബ്ജക്റ്റിൽ മാർക്ക് കുറവാണെങ്കിൽ ഇംപ്രൂവ്മെന്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം ഇത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മുന്നിൽ സമയം വളരെ കുറവാണ്. ഓരോ ദിവസവും വിലപ്പെട്ടതാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പഠിക്കാം.